അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ മാ അൻസൽനാ അലൈക മാ അൻസൽനാ നാം അവതരിപ്പിച്ചിട്ടില്ല അലൈക താങ്കൾക്ക് അൽ ഖുർആന എന്ന് പറഞ്ഞാൽ ഈ ഖുർആനെ അവതരിപ്പിച്ചിട്ടില്ല ലിതഷ്ഖാ എന്താ തഷ്ഖാ ഷഖാവത്തിൽ നിന്നാണ് തഷ്ഖാ ഷഖാവത്ത് എന്നാൽ നന്നായി ക്ലേശപ്പെടുക, നന്നായി പ്രയാസപ്പെടുക, അതിനാണ് അത്താബു ഷദീദ് അങ്ങേയറ്റത്തെ ക്ഷീണം, പ്രയാസം, ഞെരുക്കം, അതിനാണ് ലിതഷ്ഖാ എന്ന് തഷ്ഖാ ഷഖാവത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തഷ്ഖാ എന്ന് പറഞ്ഞാൽ താങ്കൾ നന്നായി പ്രയാസപ്പെടുന്നു, ക്ലേശപ്പെടുന്നു. ലിതഷ്ഖാ താങ്കൾ പ്രയാസപ്പെടുന്നതിന് വേണ്ടി, ക്ലേശിക്കുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ട് മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ താങ്കളുടെ മേൽ നാം ഖുർആനെ ഇറക്കിയിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ? രണ്ട് കാരണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നുബുവത്ത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ചില ആളുകൾ, പ്രത്യേകിച്ച് അതിൽ അബൂ ജഹൽ, അതേപോലെ തന്നെ നദ്ർ ബിനുൽ ഹാരിസ് പോലുള്ളവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുത്തി ഖുർആൻ ഇറങ്ങിയതോടുകൂടി മുഹമ്മദിന് വലിയ ക്ലേശമായി, എല്ലാവിധ പ്രയാസവും തുടങ്ങി. ഇങ്ങനെ ഒരു പ്രചരണം ഉണ്ടായി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആളുകൾ സ്വീകരിക്കാത്തത് കാരണത്താൽ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. എന്താ, ആളുകൾ സ്വീകരിക്കുന്നതില്ല, വിശ്വസിക്കുന്നില്ല എന്നതിനാൽ ദുഃഖഭാരത്താൽ, വിഷമത്താൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഹനിച്ചേക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവഹാനി നേരിടും വിധം റസൂലുള്ളാഹിക്ക് എന്തുണ്ടായിരുന്നു? വിഷമുണ്ടായിരുന്നു. എന്തിന്? ആളുകൾ സ്വീകരിക്കാത്തതിനാൽ. ഇത് വേറെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവർ വിശ്വസിക്കുന്നില്ല എന്നതിനാൽ നിങ്ങൾ ദുഃഖത്താൽ ജീവൻ നഷ്ടപ്പെടുത്തിയേക്കും എന്ന അർത്ഥത്തിൽ. അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ ഇത് കാരണത്താലാണ് അല്ലാഹു ഈ ആയത്ത് ഇറക്കിയത്. അതായത് ആളുകൾ സ്വീകരിക്കുന്നില്ല എന്നതിനാൽ നിങ്ങൾ ക്ലേശപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല? ഖുർആൻ ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലേശപ്പെടേണ്ടെന്നർത്ഥം. സൂറത്ത് അലിഫ് ലാം മീം സ്വാദ് കിതാബുൻ അൻസൽനാഹു ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻഹു ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ ഇത്തബിഉ മാ ഉൻസില അലൈക്കും. ഏതാ സൂറത്ത്? അലിഫ് ലാം മീം സ്വാദ് കിതാബുൻ അൻസൽനാഹു. സൂറത്ത് അറാഫിൻ്റെ തുടക്കത്തിൽ വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയിരിക്കുന്നു. ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻഹു. എന്താ ഫലാ യകുൻ? അതുകൊണ്ട് ഉണ്ടാകണ്ട. ഫീ സദ്രിക നിങ്ങളുടെ നെഞ്ചകത്ത്, ഹറജുൻ മിൻഹു ഒരു ഞെരുക്കവും പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാകണ്ട എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലേശിക്കാൻ, കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഖുർആനെ ഇറക്കിയിട്ടില്ല. ആളുകൾ സ്വീകരിച്ചാൽ അവർക്കായി, നിങ്ങളുടെ മേൽ ഇതെന്തേ ഉള്ളൂ? എത്തിക്കേണ്ട ബാധ്യതയേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ. അത് ഇതിൻ്റെ ഒരു കാരണം.